ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു Z9X5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പ് ചൈനീസ് മാർക്കറ്റിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീച്ചേഴ്സും ഏകദേശം കൺഫേംഡ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏതൊക്കെ വേരിയൻസ് ലോഞ്ച് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z9X5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐക്യു Z9X5Gയിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. AMOLED ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. 120 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 1000 nits വരെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. മിക്കവാറും ഈ ഒരു ഫോണിന്റെ വില 13,000-13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ വെയിറ്റ് വരിക 199 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.99 mm ആയിരിക്കും. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 15,000 രൂപയ്ക്ക് താഴെ IP64 റേറ്റിംഗ് എന്നുള്ളത് വളരെ നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 13,000-13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം വളരെ മികച്ചൊരു പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 15,000 രൂപയ്ക്ക് താഴെ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലും വന്നേക്കാം. 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരും. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 MP ഒരു സെൻസറും വന്നേക്കാം. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നതായിരിക്കും. അതുമാത്രമല്ല 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. 15,000 രൂപയ്ക്ക് താഴെ അത് അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ വിവോ T3X5G എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐക്യു Z9X5G എന്ന ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോ T3X5G എന്ന ഫോൺ 13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോൺ അതേ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പം ഒരു 500 രൂപ കുറയാറുണ്ട്. വിവോയും ഐക്യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐക്യുവിന് ഒരു 500 രൂപയൊക്കെ കുറഞ്ഞിട്ട് കാണാറുണ്ട്. ചിലപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം 13,000-13,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോണിന്റെ വില നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 16 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഐക്യു Z9X5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 13,000-13,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെ ഈ ഫോണിൽ വന്നേക്കാം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.